ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീരീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു നാടൻ വിഭവമാണ്, പാച്ചോറും ശർക്കര പാനിയും. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരി കഴുകി വാരി വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് പച്ചരിയാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കഴുകി എടുത്ത പച്ചരിയാണിത്. ഇതിലേക്ക് നമുക്കിനി ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണല്ലോ എടുത്തത്. അപ്പം ഞാൻ എന്താ ഇനി ഇതിലേക്ക് നമുക്കൊരല്പം നല്ല ജീരകം, ചെറുജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ഒരു ചെറിയ തീയിലിട്ട് 2 വിസിൽ വരെ നമുക്കിത് വയ്ക്കാം. ഇതൊന്ന് വെന്ത് വന്നോട്ടെ. വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാനി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു 3/4 കപ്പോളം ശർക്കര പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ പാനി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് ഒരു പിഞ്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാകം ആയിട്ടുണ്ട്. നമ്മുടെ പാനിയുടെ പാകം ഇതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും പാനിക്ക്. അധികം ഇങ്ങനെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അത്രയൊന്നും വേണ്ട. ഇങ്ങനെ ഒഴുകി എടുക്കാൻ പറ്റുന്ന രീതിയിൽ മതി. അപ്പോൾ നമുക്കിതിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അത് തണുത്തിട്ട് വേണം നമുക്ക് മുറിച്ചെടുക്കാനാണ്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഇതേപോലെ പരത്തി സെറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനിവിടെ ശർക്കര പാനി സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാച്ചോറും ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിനി തണുത്ത് കഴിയുമ്പോൾ, പാച്ചോറ് തണുത്ത് കഴിയുമ്പോൾ മുറിച്ച് എടുക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് ഈ പാനി മുക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേറെ രീതിയിലും തയ്യാറാക്കാൻ പറ്റും. നമുക്ക് ഈ പാച്ചോറ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലേ, അതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും ചേർത്ത് കൊടുത്ത് കൂടെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാൻ പറ്റും. അല്ലാതെ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.